കുഞ്ഞോ? ആ, നമ്മുടെ അർജുന്റെയും പ്രീതിയുടെയും കുഞ്ഞേ. നമുക്കേ ഒരു ഉണ്ണിക്കണ്ണന്റെ വിഗ്രഹം വെച്ചാലോ? അതെ, പ്രീതിയുടെ വയറ്റിലൊരു ഉണ്ണിക്കണ്ണൻ ഇല്ലേ, അതുപോലൊരു ഉണ്ണിക്കണ്ണൻ. ആ കുട്ടിയുടെ കുഞ്ഞിനു വേണ്ടി ഉണ്ണിക്കണ്ണനും ഒരു പൂജ ചെയ്യാം. അപ്പോ എന്റെ സംശയമെല്ലാം ശരിയായി. ഭാമാന്റിയോട് ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്കൊരു മൈലേജ് കിട്ടിയേനെ. പ്രീതിയെയും ശാലിനിയെയും അടിച്ചു പുറത്താക്കായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ രോഹിത്തുമായുള്ള കല്യാണം ഒഴിവാക്കിയിട്ട് എന്നെ വിഷ്ണുവേട്ടനെ കൊണ്ട് അതൊന്നും നടക്കില്ല സുസ്മിതേ. എന്താ? അല്ല, നിന്റെ തലച്ചോറിലൂടെ ഇപ്പൊ എത്ര ട്രെയിൻ ഓടുന്നുണ്ടെന്ന് ഊഹിക്കാനേ ഈ രാശിഫലയെന്ന് വെച്ച് നോക്കണ്ട. എനിക്കറിയാവുന്നതല്ലേ നിന്നെ. അല്ലെങ്കിൽ അതിന് പ്രീതിയുടെ വയറ്റിൽ ഏതാ കുഞ്ഞ്? ആ കുഞ്ഞ് അബോഷനായി പോയില്ലേ? പ്രീതിയുടെ വയറ്റിലുണ്ടായിരുന്നതേ ഇരട്ടക്കുട്ടികളായിരുന്നു സുസ്മിതേ. അതിലൊന്നു മാത്രമേ അബോർഷനായി പോയിരുന്നുള്ളൂ. കൊലച്ചതിയായി പോയല്ലോ. എന്നിട്ട് പ്രീതി എന്താ കുഞ്ഞുള്ള കാര്യം ആരോടും പറയാതിരുന്നത്? ആരോടും പറഞ്ഞില്ല. നിന്നോടാരാ പറഞ്ഞത്? അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചായിരുന്നു. പിന്നെ നാടുകളെ ചെണ്ടകൊട്ടി അറിയിച്ചില്ലെന്നേ ഉള്ളൂ. എന്നാലും ഭാമാന്റിയോട് നിന്റെ ഭാമാന്റെ അറിയിച്ചില്ല. അവൾ അറിഞ്ഞാലേ ഈ വീട്ടിൽ കുടിപാർത്തിരുന്ന പൂതന ആ കുഞ്ഞിനെ കൊന്ന് ചോര കുടിക്കും ഞങ്ങൾക്ക് ഭയന്നു. പൂതനയോ? ഭാമാന്റി അങ്ങനൊന്നും വിളിക്കല്ലേ അങ്കിൾ, പാവല്ലേ. സുസ്മിതേ, ഞാൻ പറഞ്ഞ എന്താന്ന് നിനക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അന്ന് പ്രീതിക്കൊരു കുഞ്ഞ് പിറക്കാൻ പോകുന്നു അറിഞ്ഞപ്പോ കൊട്ടും കുരവയും ആഘോഷവുമായിരുന്നു ഈ വീട്ടില്. എന്നിട്ട് എന്റെ പേര കുഞ്ഞിനെ കൊന്നുകളഞ്ഞവൾ ഇപ്പോഴും സ്വതന്ത്രമായിട്ട് വിഹരിക്കുന്നു. നിയമത്തിനൊന്നും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വിധി ശിക്ഷ നടപ്പാക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. കാലം കണക്ക് തീർക്കാതിരിക്കില്ല സുസ്മിതേ. വസുമതി ആന്റി അല്ലേ, ഉറപ്പായിട്ട് അവർക്ക് ശിക്ഷ കിട്ടും അങ്കിൾ. സുസ്മിതേ, സത്യം സൂര്യനെ പോലെയാ. പഴമുറം കൊണ്ടൊന്നും അതിനെ മറയ്ക്കാനൊന്നും ആവില്ല. അല്ല, നീ കേട്ടിട്ടില്ലേ ഈ വസുദേവരുടെയും ഈ ദേവകിയുടെയും 8ാമത്തെ കുഞ്ഞ് കംസനെ നിഗ്രഹിക്കുന്ന പ്രവചനം പേടിച്ചാണ് അയാള് അവരെ തടവിലടച്ചത്. 7 കുഞ്ഞുങ്ങളെ അയാൾ കൊന്നൊടുക്കിയെങ്കിലും 8ാമത്തെ കുഞ്ഞ് പിറക്കുകയും ചെയ്തു, അയാളെ നിഗ്രഹിക്കുകയും ചെയ്തു. പിന്നെ ഓലക്ക. അല്ല, പ്രീതിയുടെ കുഞ്ഞ് ആണോ പെണ്ണോ അങ്കിൾ? പെൺകുട്ടിയെ സുസ്മിതേ. അല്ല സുസ്മിതേ, ഇതൊക്കെ കേട്ടിട്ടും നിന്റെ മുഖത്ത് ഒരു പ്രസന്നതയില്ലാത്തത്? അയ്യോ, ഭയങ്കര പ്രസന്നത അങ്കിൾ. പക്ഷെ ഉള്ളിലുള്ളത് പുറത്തു വരില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എനിക്ക്. നിന്റെ ഉള്ളിലുള്ളതൊന്നും പുറത്തു വരാത്തത് തന്നെയാ സുസ്മിതേ നല്ലത്. അല്ലെങ്കിൽ മറ്റുള്ള ജീവജാലങ്ങൾക്ക് അപകടം. സുസ്മിതേ, പിന്നെ നിനക്ക് വലിയ പ്രസന്നത എന്നല്ലേ പറഞ്ഞത്? പോയി വീടലങ്കരിക്ക്. കുഞ്ഞിനെ കൊണ്ട് അവരിപ്പം വരുമെന്നേ. ദാ പിടിക്ക്. അതെ, പൊന്നി ഇവിടില്ല, അതുകൊണ്ടാ. പുറകെ കൂടെ ചെന്നൊരു ചവിട്ട് വെച്ചു കൊടുത്താലോ? വീൽ ചെയറോടെ ചെന്ന് മുറ്റത്ത് മുഖം അടിച്ച് വീഴണം. പൊന്നിയുടെ സ്ഥാനത്താണോ ഞാൻ? ആ കമലം പറഞ്ഞത് ഒരണക്കിന് ശരിയാ. ഡ്രൈവറുടെ ഭാര്യ, അത്രയല്ലേ ഉള്ളൂ. പ്രീതിക്കൊരു കുഞ്ഞുകൂടെ പിറന്നതോടെ ഭാമാന്റിക്ക് അവരോടാവും പ്രിയം. ഇല്ല, അങ്ങനെ തോറ്റു കൊടുക്കാൻ പോകുന്നില്ല ഞാൻ. തോൽവി എന്നത് സുസ്മിതയുടെ മരണോ? സുസ്മിതേ, അല്ല എന്തെങ്കിലും വേറെ പ്ലാൻ വല്ലതുണ്ടോ? എന്ത് പ്ലാനിങ്? എന്നാ പറഞ്ഞ് ജോലി ചെയ്യ്. പോ. കമല, ഒന്ന് പെട്ടെന്നാവട്ടെ, അവരിപ്പോ എത്തും.
എടാ പിള്ളേ, വർക്കങ്ങളെല്ലാം പൂർത്തിയായില്ലോടോ? കഴിഞ്ഞു സാർ. ആ ദേ, ഒന്നിനൊരു കുറവും വരുത്തരുത്. അവരിങ്ങ് എത്താറായെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ശരി. ആ ഡാ കമല, ആ സാർ. നീ സുസ്മിതയും വിളിച്ചോ. അവള് വരുമ്പോഴേ ആ താരത്തിലെ പൂക്കളും കൂടെ എടുത്തോളാൻ പറ. ആ പറയാം. ആ വിളിച്ചടാ. എടാ പിള്ളേ, അവരെ കാണുന്നില്ലല്ലോ. എടാ പിള്ളേ, എടാ എത്തിയല്ലോ. ഇതെന്തത്? എവിടെ ഇനി കൊണ്ടോ? അതോട്ട് പൊയ്ക്കോ. രാഘവേട്ടന്റെ പേര് കുഞ്ഞ്. സത്യാമ്മയുടെയും രാഘവേട്ടന്റെയും പിൻഗാമി. മുത്തച്ഛന് വയ്യാതായിപ്പോയല്ലോ മോളെ, എന്നെ നിർത്തണ്ട് നടക്കാൻ. ആന്റി, ഞാനിങ്ങ് പോന്നു. ചക്കരേ, ആ ചടങ്ങുകൾ നടക്കട്ടെ. മോളെ അകത്തേക്ക് കൊണ്ടുപോവാം. മഹാദേവേച്ച വിദ്മഹേ വിഷ്ണുപത്നേച്ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. ശ്രീവർച്ചസ്യമായുഷ്യ ആരോഗ്യമാവിശേഷ്ട ധാന്യം ധനം പശും ബഹുപുത്രലാഭം ശതസംവത്സരം ദീർഘമായുഃ. പിറന്നു വീണപ്പോ തന്നെ നീ മഹാറാണി അല്ലടി. ഞാനാണെങ്കി അഴുക്ക് ചാലില്ല. സുസ്മിത, ആ ആന്റി എന്നെ മറന്നില്ല. ആ എന്താ ആന്റി? നീ പോയി ആരതി എടുത്തോണ്ട് വാ. എനിക്ക് പണി തരാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുക ഇവര്. സുസ്മിതേ, പറഞ്ഞിട്ടില്ലേ, പോയെടുത്തോണ്ട് വാ. അവേ എത്ര കൊതിച്ചതാ ഈ ഒരു നിമിഷത്തിന് വേണ്ടി. അത് കാണാൻ ദൈവം എനിക്ക് അവസരം തന്നല്ലോ. എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന്. അച്ഛാ, അതൊക്കെ എന്തിനാ? പ്രീതിക്കും കുഞ്ഞിനെ ആരതി ഒഴി സുസ്മിതേ. ആരുടെയും കണ്ണു തട്ടണ്ട.
നമ്മളെ പായസത്തിൽ വിഷം ചേർത്ത് പ്രീതിയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊന്നത് അന്ന് ആ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടുണ്ടായിരുന്നവരിൽ ഒരാൾ തന്നെയാണ് ഈ സുസ്മിത. അപമാനം കൊണ്ട് വെന്ത അവസ്ഥയിൽ ഒരമ്മ ഇവിടുന്ന് പടിയിറങ്ങിയതിന്റെ ശിക്ഷ നീ അനുഭവിക്കും. എന്റെ സുസ്മിത മനസ്സിൽ നല്ലത് വിചാരിച്ചുകൊണ്ടൊന്ന് ആത്മാർത്ഥയോടുകൂടി ചെയ്യി. ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. ആ അത് കാണാണ്ട്. രാഘവേട്ടനറിയോ, ശാരദാമ്മ കാരണം പ്രീതിയും കുഞ്ഞിനെയും നമുക്ക് ജീവനോട് തിരിച്ചു കിട്ടിയത്. ഹോസ്പിറ്റലിലേക്കുള്ള വഴിമധ്യേ ഒരു പാലത്തിനടിയിൽ വെച്ച് പ്രസവിക്കേണ്ടി വന്നു പ്രീതിക്ക്. സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിന്റെ പോലും കയ്യിൽ നിൽക്കാത്ത കേസാ. ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാം ചെയ്തത് ശാരദാമ്മ. ശാരദാമ്മേ, ഈ ഒരു നിമിഷം നിങ്ങൾ ഞങ്ങൾക്ക് ദൈവത്തിന്റെ സ്ഥാനത്താ. അയ്യോ, എല്ലാത്തിനും നിയോഗവും അർത്ഥമൊക്കെ ഉണ്ടെന്ന് പറയാറില്ലേ? ശാരദാമ്മയും ശാരദാമ്മയുടെ ഈ മകളും ഈ വീട്ടിലേക്ക് വന്നത് തന്നെ ആ ദൈവനിയോഗവുമായിട്ടായിരിക്കും. ദേവി. ഓ, അതിനു പിന്നിലും ഈ ചായക്കടക്കാരിയാണല്ലേ? അന്ന് പാമ്പ് കടിച്ചപ്പോ ഇവര് ചത്താ മതിയായിരുന്നു. ഇവരെ ആരതി ഒഴിഞ്ഞ് എന്റെ കയ്യിന് എന്തിനു കൊള്ളാം? വെട്ടിക്കളയണം. ആ, എന്നാ നമുക്ക് അകത്തേക്ക് പോവാം. മോളെ, കുഞ്ഞിനെയും കൊണ്ട് വലതുകാലം വെച്ച് കയറ്. അകത്തോട്ട് ചെല്ല. ആ സുസ്മിതേ, നീ ആരതി കൊണ്ടുപോയി പുറത്ത് തട്ടിയിട്ട് വാ. ദോഷങ്ങളൊന്നും വീട്ടിൽ വെക്കാൻ പാടില്ല. ആ, അപ്പൊ ഇവളും പുറത്തു പോണം. എന്താ രാഘവേട്ട? അല്ല, സുസ്മിത തന്നെ കൊണ്ടുപോയി തട്ടിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞാ. അത് ശരി, പെട്ടെന്ന് കളഞ്ഞിട്ട് വാ. പൊന്നി, ഇതുകൊണ്ട് പുറത്ത് തട്ടിയിട്ട് വാ. സുസ്മിതയോട് പറഞ്ഞ പണി സുസ്മിത തന്നെ ചെയ്താൽ മതി. സുസ്മിതയെന്നോ? ഒരിക്കൽ സുസ്മിത തന്നെയല്ലേ പറഞ്ഞത് കുഞ്ഞെന്നൊക്കെ വിളിച്ചുള്ള ഡെക്കറേഷൻ ഒന്നും വേണ്ടാന്ന്. പിന്നെ ഇപ്പൊ നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. എടി സുസ്മിതേ, പോ, കൊണ്ടുപോയി കളാ. കൊണ്ടുപോയി കളയടി. ആ പോവാ. ആ എന്നാ പോ. പിള്ളേ, നമുക്ക് അകത്ത് പോവാം. എന്നെ അങ്ങോട്ടൊന്ന്. ശരി.
എന്റെ പ്രാർത്ഥന ദേവി കേട്ടും തോന്നുന്നു. പ്രീതിക്കോ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അങ്ങനൊന്നും സംഭവിക്കില്ല ശാരദാമ്മേ. എത്ര അഗ്നിപരീക്ഷകൾ താണ്ടിയാ ഈ കുഞ്ഞിന്റെ ജനനം. എല്ലാത്തിനും കാരണം ഈ ശാലിനിയ. എന്തെല്ലാം പ്രതിസന്ധികളിൽ നിന്ന് ഇവള് പ്രീതിയും കുഞ്ഞിനെയും രക്ഷിച്ചത്. ഇപ്പൊ അങ്ങനെ ആയോ കാര്യങ്ങള്? ഇവര് ശാലിനി എടുത്ത് മടി വെച്ചു, ഞാൻ വെറും കറിവേപ്പില. ഒരു നിമിഷം ഞാനിതാ വരുന്നേ. ശാലിനി, ഇങ്ങ് വാ. ദാ, ഇത് വാങ്ങണം. സത്യമേ? വാങ്ങണം ശാലിനി. സത്യഭാമയുടെ വീടിന്റെ പണപ്പെട്ടിയുടെ ലോക്കറുകളുടെ. അതെ, ഇനി ഈ വീട്ടിൽ എല്ലാവരും അനുസരിക്കും, ഞാനടക്കം. വാങ്ങിച്ചോ. നിനക്കതിനുള്ള യോഗ്യത ഉള്ളത് കൊണ്ട് തന്നെയാ നിനക്ക് തരുന്നത്. ദേവി,